വേണ്ട, ഹബീബിന്റെ സംസ്കാരം വേണ്ട, അവിടുന്ന് പഠിപ്പിച്ച സുന്നത്ത് വേണ്ട. അതുകൊണ്ട് തന്നെ നമ്മളെന്ത് ബന്ധമാണ് ആ ഹബീബിന്റെ കോടതിയിൽ പാരത്രിക ലോകത്ത്. ഓ എന്റെ ചെറുപ്പക്കാരാ, എന്റെ ഉമ്മമാരെ, എന്ത് മൂല്യമാണ് നമുക്കുള്ളത്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയിട്ട് ഈ ഉമ്മത്തിന്റെ നേതൃത്വം നൽകിയ വഫാത്താകുന്ന 96-ാമത്തെ വയസ്സ് വരെയും ഇസ്ലാമിക പ്രബോധനത്തിൽ സജീവമായി നിന്ന വിശിഷ്യ കർണാടക രാജ്യത്തെ നമ്മളെ സംബന്ധിച്ചിടത്തോളം 10-60 കൊല്ലത്തോളം ഉള്ളാളത്തെ മഹാനായ കുതുബുസ്സമാന്റെ ചാരത്ര ഈ ഉമ്മത്തിന്റെ ആത്മീയമായി നേതൃത്വം നൽകിയിട്ട് ബേക്കൽ ഉസ്താദിനെ പോലെയുള്ള വലിയ ആലിമീങ്ങളെ ഈ ഉമ്മത്തിന് സമർപ്പിച്ചുകൊണ്ട് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീന ജീവിതത്തിലതാ 100-ലധികം തവണ സിയാറത്ത് ചെയ്ത, 60-ലധികം ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം കിട്ടിയ, ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ വാർത്തെടുത്ത മഹാനായ താജുൽ ഉലമാ. അല്ലാഹുവേ, അവിടുത്തെ ദറജനെ ഉയർത്തണേ അല്ലാ, അവിടുത്തെ കാവല് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ആ താജുൽ ഉലമാ കണ്ടിട്ടില്ലേ പൊന്നുമോനെ? എട്ടിക്കുളത്തിന്റെ പരിശുദ്ധമായ മണ്ണിലെ 6 മണ്ണിനോട് ചേർന്ന് കിടക്കുകയാ. അവിടുന്ന് വഫാത്താകുന്ന നേരത്ത് ശിഷ്യഗണന്മാരോട് പലരോടും പറഞ്ഞത്, എനിക്കെന്നെ ദുനിയാവിന്റെ സംസാരം കേൾക്കണ്ട, നിങ്ങൾ ചൊല്ലിക്കോ. ദിവസങ്ങളോളം ഹബീബായ തങ്ങളെ മദ്ഹല്ലാതെ താജുൽ ഉലമയുടെ അരികിൽ ബുറുദ ചൊല്ലിയ എത്രയെത്ര വീഡിയോ ക്ലിപ്പുകളാണ് നമ്മുടെ മൊബൈലിലുള്ളത്. താജുൽ ഉലമ പോകുമ്പോ ലക്ഷക്കണക്കായ അജ്ഞാനുവർത്തികളായ വെള്ളവസ്ത്രധാരികളായ ആലിമീകളുടെ സാദാത്തുകൾ താജുൽ ഉലമയുടെ പരിശുദ്ധമായ ഭൗതിക ശരീരത്തെ കൊണ്ടുപോകുമ്പോ റബീഉൽ അവ്വൽ എന്ന പരിശുദ്ധമായ മാസം മുഴുവനും മൗലിദ് ചൊല്ലിയിട്ട് റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടിക്കുകയ സുന്നത്ത് ജമാഅത്തിന്റെ ഈ സംഘടനാ സംവിധാനത്തിന്റെ അനുയായികൾ അവരുടെ നാട്ടിൽ നിന്ന് വന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലക്ഷോപലക്ഷം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആയിരക്കണക്കിന് ഖത്മുൽ ഖുർആൻ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഇഖ്ലാസ് സൂറത്ത് അതാ സമ്മാനമായി കൊടുത്ത മഹാനായ താജുൽ ഉലമാ റബീഉൽ അവ്വൽ 30 റബീഉൽ ആഖിർ ഒന്നിന്റെ അസ്തമാന സൂര്യനെ സാക്ഷി നിർത്തി ഈ ലോകത്തോടെ വിട പറഞ്ഞ് അതാ 6 മണ്ണിലേക്ക് റബീഉൽ ആഖിറിന്റെ പരിശുദ്ധമായ 1-ാമത്തെ ദിവസം 6 മണ്ണിലേക്ക് ആ ശരീരത്തെ താഴ്ത്തുമ്പോ ലോകത്തിന്റെ ഒരു മെസ്സേജ് തന്നിരുന്നു, മോനെ സുന്നത്ത് ജമാഅത്തിന്റെ നേതൃത്വം വന്ന വഴിയാണ്. അതാണ് താജുൽ ഉലമ നൽകിയ നേതൃത്വം. കാരണം റബീഉൽ ആഖിർ 2-നാണ് അവിടുത്തെ ഉസ്താദായ ശൈഖുനാ ശംസുൽ ഉലമാ കെ ഉസ്താദ് 6 മണ്ണിലേക്ക് പോയത്. റബീഉൽ ആഖിർ 3-നാണ് അവിടുത്തെ ഉസ്താദായ ശൈഖുനാ കണ്ണിയത്ത് ഉസ്താദ് നവറല്ലാഹു മർഖദഹു 6 മണ്ണിലേക്ക് പോയത്. ഞാനുമിതാ എന്റെ മോരികാരും നരകത്തിലെന്ന് നരകത്തെ കാക്കുന്ന ലഗ് പറഞ്ഞോര് ശേഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു എന്ന വലിയ ആത്മീയ ഗുരുവിനെ എപ്പോഴും ഉറപ്പിയായ ശൈഖായി സ്വീകരിച്ച് ഔദുല്ലാഹം തങ്ങളടക്കമുള്ള മഹാന്മാർ അതേ വഫാത്താക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത മാസമാണ് റബീഉൽ ആഖിർ. ആ റബീഉൽ ആഖിറിൽ മരിക്കണം, മരിച്ചാ പോരാ, ആഖിറത്ത് നന്നായി മരിക്കണം പോരാ, അവസാന
നമ്മൾ കൽബിൽ എഴുതി മരിക്കണമെന്ന് കരഞ്ഞ് എത്ര മജ്‌ലിസുകളിൽ വെച്ചാ മക്കളെ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് റസൂലുള്ളാഹിന്റെ സ്വലാത്ത് ചൊല്ലിക്കോ. ഒരു കള്ളത്വരീയത്തിന്റെ പിന്നാലെയും പോകണ്ട. നമ്മുടെ ശേഷുന നമ്മോട് ഉപദേശിച്ചല്ലോ, ലക്ഷക്കണക്കായ ആളുകൾക്ക് സ്വലാത്ത് കൊണ്ട് തർബിയത്ത് കൊടുത്ത തർബിയത്തിന്റെ മഖാമിലെത്തിയ മഹാനായ താജുൽ ഉലമാ, അപ്പുറത്തുള്ള മഹാന്മാരായ ഉലമാക്കളോട് നാളെ പാരത്രിക ലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് അതാ അവരുടെ അധ്വാനത്തിന്റെ ഭാണ്ഡവുമായി അവരുടെ സേവനത്തിന്റെ ഫലവുമായി കടന്നു വരുമ്പോ, ഓ എന്റെ SSFന്റെ പ്രവർത്തകരെ, ഓ എന്റെ ഉമ്മമാരെ, ഓ എന്റെ ചെറുപ്പക്കാരാ, നമുക്കും ഒരു ദിവസം പോകണ്ടയോ മോനെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക്, റസൂലുള്ളാഹിന്റെ കോടതിയിലേക്ക്, മത്സരാലോകത്തേക്ക്. ഇവിടെ ആരും ശേഷിക്കൂലല്ലോ. കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. എല്ലാവരും ഒരു ദിവസം പോകേണ്ടവരാണ്. എല്ലാം നശിക്കുമെന്ന് ഉറപ്പാണ്. ഖിയാമത്ത് നാൾ ഉറപ്പാണ്. ആ സംഭവിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അന്നാണ് പല കൊമ്പന്മാരെയും കൊമ്പ് തെറിച്ചു പോകുന്നത്. അന്നാണ് മഹാന്മാരെ പവരറിയുന്നത്. അന്നാണ് താജുൽ ഉലമയുടെ പവരറിയുന്നത്. അന്നാണ് സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അടക്കമുള്ള മഹാന്മാരെ പവരറിയുന്നത്. അന്നാണ് മഹത്തുക്കളുടെ മഹത്വം പറയുന്നത്. ദുനിയാവ് കൊണ്ട് അമ്മാനമാടണ്ട. ഹബീബായ തങ്ങളെ ജീവിത ശൈലി മറന്നു പോകണ്ട. അല്ലാഹു നമ്മുടെ എല്ലാ പ്രവർത്തനത്തിലും ബറക്കത്ത് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ ഹബീബിലേക്ക് അടുക്കാനുള്ള വഴി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു നമുക്ക് എളുപ്പമാക്കി തരട്ടെ. അതുകൊണ്ട് പക്ഷികളെക്കാളും എല്ലാത്തിനേക്കാളും ബുദ്ധി തന്ന മനുഷ്യരായ ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയണേ. അൽഹംദുലില്ലാഹ്. നമ്മുടെ മഹത്തായ മജ്‌ലിസിന് ആത്മീയമായി നേതൃത്വം